بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أما بعد എനിക്ക് നൽകപ്പെട്ട വിഷയം നിങ്ങളെല്ലാവരും കേട്ടതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. കർമ്മശാസ്ത്രത്തിലൊരു ചൊല്ലുണ്ട്, അൽ ഹുക്മു അല ശൈഇ ഫർഉൻ അൻ തസവ്വുരിഹി. ശരീഅത്തിൻ്റെ ഏതെങ്കിലും ഒരു ഹുക്മ്, ഒരു വിധി, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നൽകണമെങ്കിൽ അതിൻ്റെ ഒരു തസവ്വുർ, അതിൻ്റെ ഒരു രൂപം മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി അത് ഹലാലാണോ, അത് അനുവദനീയമാണോ അല്ലയോ എന്നറിയുന്നതിന് മുമ്പായിട്ട് നമുക്കാദ്യം അതിൻ്റെ ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കാം. അപ്പോൾ ഈ ടെക്നോളജിയുടെ ഒരു ലോകം, വേൾഡ് ഓഫ് ടെക്നോളജി എന്ന് പറയും, സാങ്കേതിക ഈ ലോകം, അത് കണ്ടെത്തുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത ഒരു വസ്തുവാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു വാട്സാപ്പ് എടുത്താൽ തന്നെ അതിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, അങ്ങനെയൊക്കെ കുറച്ച് വാക്കുകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ആരാണോ ഒരു മെസ്സേജ് അയക്കുന്നത്, ആരാണോ അതിനെ റിസീവ് ചെയ്യുന്നത്, അവർക്ക് മാത്രം അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി രീതി, ഒരു സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു രീതി, അതിനാണ് ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ലോകവും ഇതുപോലെ ഒരുപാട് എൻക്രിപ്ഷൻ രീതികൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ക്രിപ്റ്റോഗ്രാഫി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ലോകം, ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായ ഒരു ലോകമുണ്ട്. നമ്മളിന്ന് കാണുന്ന ലോകം പോലെ തന്നെ അതിന് അതിൻ്റേതായ ഒരു ലോകമുണ്ട്. അതിൽ നിന്നുമുള്ള ഒരു ഉൽപ്പന്നം മാത്രമാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതിന് വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലോകമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിലുള്ള ചില ടോക്കണുകൾ അത് ഗവർണൻസ് ടോക്കണുകളാണ്. നമുക്ക് അതിനെ ഒരു കറൻസി പോലെ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു തലത്തിൽ പോയി, ഏതെങ്കിലും ഒരു മേഖലയിൽ പോയി നമുക്കൊരു വോട്ട് നൽകണം, അല്ലെങ്കിൽ ഗവർണൻസുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു ഇത്തീരിയം പ്ലാറ്റ്ഫോം എന്ന് പറയും. ഈ ഇത്തീരിയം പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ വരുന്ന ചില സേവനങ്ങൾക്ക് മാത്രം ആക്സസ് ലഭിക്കുന്ന ചില പ്രത്യേക യൂട്ടിലിറ്റി ടോക്കണുകളുണ്ട്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് നമുക്കൊരു കറൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് ടോക്കണുകൾ, മറ്റ് സുരക്ഷാ ടോക്കണുകളും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഈ ടെക്നോളജി, ഈ എൻക്രിപ്ഷൻ ടെക്നോളജി, ക്രിപ്റ്റോഗ്രാഫി ടെക്നോളജി, അതാണ് ഇതിന് ആ ഒരു സുരക്ഷിതത്വം നൽകുന്നത്. അപ്പോൾ ഈ ഒരു ലോകത്തിൽപ്പെട്ട ഒരു ഉൽപ്പന്നം, ഒരു ഐറ്റം മാത്രമാണ് ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ലോകമുണ്ട്. അതിൽ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്, കറൻസി അല്ലാതെ അങ്ങനെ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കളുമുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി? സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും ഉപയോഗിക്കുന്ന ചില ഡിജിറ്റൽ കറൻസി, അതാണ് എന്ത്? ക്രിപ്റ്റോ കറൻസി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ കറൻസി, പേപ്പർ നോട്ട്, അതിന് ഫിയറ്റ് കറൻസി എന്ന് പറയും. അതിൻ്റേതായ ഒരു പശ്ചാത്തലം, അതിൻ്റേതായ ഒരു ചരിത്രം അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ നിന്നും ഇത് എങ്ങനെ വ്യത്യസ്തമാകുന്നു? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആ ഫിയറ്റ് കറൻസി, അതൊരു 100 രൂപയായിക്കോട്ടെ, 500 രൂപയായിക്കോട്ടെ, 1000 രൂപയായിക്കോട്ടെ, അത് അച്ചടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിലെ
ഗവൺമെൻറ് തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കും. ഉദാഹരണത്തിന് നമ്മളെ ഇന്ത്യൻ രാജ്യത്താണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ രാജ്യത്തിലുള്ള ഓരോ നോട്ടുകളെയും അതിനെ അച്ചടിക്കുകയും പ്രിൻ്റ് ചെയ്യുകയും അതിനെ വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെന്താക്കാൻ സാധിക്കും, അച്ചടിക്കാൻ സാധിക്കും, പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും, അതിനെ സർക്കുലേഷനിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഫിയറ്റ് കറൻസിയിലുള്ള ഒന്നാമത്തെ സിഫത്ത്, ഒന്നാമത്തൊരു വിശേഷണം. പക്ഷെ ക്രിപ്റ്റോ കറൻസി അങ്ങനെയല്ല. അത് എല്ലാവർക്കും അതിനെന്താക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് അതിനെ ഒരിക്കലും ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് വികേന്ദ്രീകൃതമാണ്, ഡീസെൻട്രലൈസ്ഡ് ആണത്. ആരൊക്കെയാണോ ഉപയോഗിക്കുന്നത് അവർക്ക് മാത്രമേ അതിന് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഫിയറ്റ് കറൻസിയിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതെന്താണ്? ഒരു നാട്ടിലെ ഗവൺമെൻറ് ആ രാജ്യത്തെ ആൾക്കാരെ നിയന്ത്രിക്കുന്നത് ഈ ഫിയറ്റ് കറൻസി മുഖേനയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ നടത്തുന്ന ഓരോ ഇടപാടുകൾ, ഓരോ ട്രാൻസാക്ഷൻസ്, നമ്മൾ പൈസ അയക്കുന്നു, നമ്മൾ പൈസ ഇങ്ങോട്ട് എടുക്കുന്നു, അതിൻ്റെ കൃത്യമായ രേഖകൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കി, ഒരുപാട് ബാധ്യതകളുണ്ട്, അങ്ങനെ അതില്ലാതെ അയാൾ അതൊന്നും പൂർണ്ണമായിട്ട് പരിഹരിക്കാതെ അയാൾ നാട് വിട്ടു പോകുകയാണെങ്കിൽ തന്നെയും ഗവൺമെൻറ്റിന് കറക്റ്റായിട്ട് അയാളെ നിയന്ത്രിക്കാൻ സാധിക്കും. അയാൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ കഴിയും. പിന്നെ അയാൾക്ക് ഒരിക്കലും ആ പൈസ എന്താക്കാൻ പറ്റൂല, തിരിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി അങ്ങനെയല്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്, വികേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനും ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആരാണോ ഇതിനെ കൊടുക്കുന്നത് അയാളുടെ കൺട്രോൾ ഉണ്ടാവും, മറുവശത്ത് ആരാണോ ഇതിനെ സ്വീകരിക്കുന്നത് അവരുടെ കൺട്രോളുകളുണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ നടത്തുന്ന ഇടപാടുകൾ അതിനെങ്ങനെ രേഖപ്പെടുത്താൻ സാധിക്കുക? എന്തെങ്കിലുമൊക്കെ അതിൽ ഒരു റെക്കോർഡ് വേണ്ടേ? അപ്പോൾ അതിന് ഇത് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയും. ബ്ലോക്ക് ചെയിൻ. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ പേരിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ബ്ലോക്കുകളാണത്, ഒരു കട്ട ബ്ലോക്ക്. ഈ ബ്ലോക്ക് ചെയിനുകളിലാണ് ഓരോ ഡേറ്റയും സംരംഭിക്കുന്നത്. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ മറ്റാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾ ആ റിസീവറിൻ്റെ കയ്യിലുള്ള ഒരു പബ്ലിക് കീ ഉണ്ട്, അത് വെച്ചിട്ട് ഇയാളൊരു ഡാറ്റ ഉണ്ടാക്കുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു, അതിനെ ഒരു ബ്ലോക്കായിട്ട് സംരംഭിച്ചു വെക്കുന്നു. ഓരോ ബ്ലോക്കിനും ഓരോ ഹാഷ് കീകൾ ഉണ്ടാവും. ഈ ഹാഷ് കീ എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു 24 മുതൽ 37 അക്കം വരെയുള്ള ഒരു നമ്പർ ആയിരിക്കും. അത് പിന്നെ ആൽഗോരിതങ്ങളായിട്ട് മാറും. അതായത് ഏതെങ്കിലും ഒരു ഡേറ്റ ഈ ഒരു ഹാഷ് കീയിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തിയാൽ അത് ഒരിക്കലും ആ ഒരു റിസീവറിൻ്റെ കയ്യിലേക്ക് എങ്ങനെയാണോ ഈ കൊടുക്കുന്ന ആൾ അയച്ചത് അതേ അവസ്ഥയിൽ അയാൾക്കത് ഒരിക്കലും അതിനെ കരാഗതമാക്കാൻ സാധിക്കുകയില്ല. അപ്പം ഇത്രയും സെക്യൂർഡ് ആണത്. അങ്ങനെ ഈ ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിലുള്ളൊരു പബ്ലിക് ലെഡ്ജർ ഉണ്ട്. അതിലാണ് എല്ലാവരുടെയും ട്രാൻസാക്ഷൻസ് സേവ് ആകുന്നത്, അതിനെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ആ ഒരു മേഖലയിലാണ്. അപ്പോൾ ഇതുപോലെ ബ്ലോക്ക് ചെയിൻ വഴി ഡാറ്റ അയക്കുന്നു, ഇദ്ദേഹം പബ്ലിക് കീ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അത് ആ റിസീവറിൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു പ്രൈവറ്റ് കീ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നടത്തുന്ന ഈ ട്രാൻസാക്ഷൻസിൽ നമുക്കൊരു OTP സംവിധാനമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നല്ലോ. അതുപോലെ തന്നെ ആരാണോ റിസീവ് ചെയ്യുന്നത്, ആർക്കാണോ ഇത് അയച്ചത്, അവരുടെ അടുത്തൊരു പ്രൈവറ്റ് കീ ഉണ്ടാവും. അത് വെച്ചിട്ട് എന്താക്കും, ഇതിനെ വാലിഡേറ്റ് ചെയ്യും. അങ്ങനെ അതിലും ഇത് ഒത്തുവന്നാൽ മാത്രമേ അയാൾക്ക് എന്താക്കാൻ സാധിക്കുകയുള്ളൂ, ഇദ്ദേഹം ഉദ്ദേശിച്ച ആ ക്രിപ്റ്റോ കറൻസി അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ ചെറിയൊരു രീതി. ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ്, അതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ്, അത് അയക്കുന്നത് എങ്ങനെയാണ്, അത് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു രൂപം. ഇനി ചോദ്യം, കാര്യമായ ചോദ്യം, ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് ഇസ്ലാമികമായ വീക്ഷണം എന്താണ്? അപ്പോൾ ഇത് അറിയുന്നതിന് ആദ്യം നമുക്ക് ശരീഅത്ത് ഒരു വസ്തുവിനെ കറൻസി ആയിട്ട് അംഗീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. ശരീഅത്ത് പ്രധാനമായിട്ടും
3 ഉപാധികളാണ് വെക്കുന്നത്. ഒരു വസ്തുവിനെ കറൻസിയായിട്ട് അംഗീകരിക്കുന്നതിന് വേണ്ടി ശരീഅത്ത് അടിസ്ഥാനമായി 3 ഉപാധികളെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിലൊന്നാമത്തത് അത് മാൽ, അതെന്തായിരിക്കണം? സമ്പത്ത് തന്നെ ആയിരിക്കണം. അതെന്തായിരിക്കണം? സമ്പത്ത് തന്നെ ആയിരിക്കണം. അപ്പൊ ഈ മാൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതൊരു ഐനാകാം, ഒരു വസ്തുവാകാം. ഉദാഹരണത്തിന് എൻ്റെ ഫോണ് ഇതൊരു ഐനാണ്, ഇതൊരു വസ്തുവാണ്, ഇതാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും മൻഫഅത്താകാം, അതായത് ഇതുപോലെ വസ്തുക്കളിൽ നിന്ന് പ്രയോജനം എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം. ഉദാഹരണം, ഒരാൾ ഒരു വീട് വാടക കൊടുക്കാമെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ മൻഫഅത്തിനെ, അതിൻ്റെ ആ പ്രയോജനത്തെ എന്താക്കുകയാണ്? അത് അവിടെ എടുക്കുകയാണ്. ഈ 2 വസ്തുക്കളെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? ഒന്ന് ശേഖരിക്കാൻ പറ്റുകയുള്ളൂ, പിന്നെ അതിലേക്കൊരു അഭിലഷണീയത ഉണ്ടാവുകയുള്ളൂ. ഈ 2, അത് ഒന്നെങ്കിൽ ഐനാകണം അല്ലെങ്കിൽ മൻഫഅത്താകണം. ഈ 2 വസ്തുക്കളിലെ ഒന്ന് അഭിലഷണീയത ഉണ്ടാവുകയുള്ളൂ, അതുപോലെ തന്നെ അതിനെ ശേഖരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതില്ലാത്ത വസ്തുക്കളെ ഒന്നും ശരീഅത്ത് ഒരു കറൻസി ആയിട്ട് ഒരിക്കലും എന്താക്കുകയില്ല, അംഗീകരിക്കുകയില്ല. അപ്പോൾ ഈ ഐന്, മൻഫഅത്ത്, ഇത് രണ്ടിൽ നിന്നും ഉണ്ടാകുന്ന 2 പൊതുവായ കാര്യങ്ങൾ എന്താണ്? ഒന്ന്, അതിലേക്കൊരു അഭിലഷണീയത ഉണ്ടാകണം, റഗ്ബത്ത് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം എന്താണ്? അത് നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. രണ്ടാമത്തെ ഉപാധി എന്താണെന്ന് വെച്ചാൽ അത് മുതഖവ്വിമായിരിക്കണം. മുതഖവ്വിം, ശരീഅത്ത് അതിന് ഒരു മൂല്യം കൽപ്പിക്കുന്ന വസ്തുവായിരിക്കണം. ശരീഅത്ത് മൂല്യം കൽപ്പിക്കുന്ന ഒരു വസ്തുവായിരിക്കണം. അപ്പം അങ്ങനെ പറയുമ്പോൾ ശരീഅത്ത് മൂല്യം കൽപ്പിക്കാത്ത വസ്തുക്കൾ, ഉദാഹരണത്തിന് പന്നിയിറച്ചി, അല്ലെങ്കിൽ കള്ള്, അല്ലെങ്കിൽ ശരീഅത്ത് നിഷിദ്ധമാക്കിയ മറ്റു കാര്യങ്ങൾ, രക്തം, ഇതൊന്നും എന്തല്ല? മുതഖവ്വിമല്ല. മൂന്നാമത്തെ പോയിന്റ് സമനിയത്ത്, അതിൽ സമനിയത്ത് ഉണ്ടായിരിക്കണം. അതിൻ്റെ കീഴിൽ വരുന്ന 2 പോയിന്റുകളുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ അതിന് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ ആയിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ, അതായത് സ്വതന്ത്രമായി വില നൽകാനും മൂല്യനിർണയം നടത്താനും പറ്റുന്നൊരു സാധനമായിരിക്കണം. ഒരു കാര്യം അതിന് സ്വതന്ത്രമായ മൂല്യനിർണയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. മറ്റൊരു വസ്തു കൊണ്ട് ഇതിൻ്റെ മൂല്യനിർണയം നിശ്ചയിക്കാൻ പാടില്ലാത്തൊരു സാധനമായിരിക്കണം. നമ്മളിപ്പോൾ ഒരു സ്വർണ്ണ നാണയം എടുക്കുക, വെള്ളി നാണയം എടുക്കുക, അതിന് അതിൻ്റെതായൊരു മൂല്യമുണ്ട്. മറ്റൊരു വസ്തു ഇതിന് എന്താക്കുന്നില്ല, ഇതിനൊരു മൂല്യനിർണയം ചെയ്യപ്പെടുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആയിരിക്കണം. അതായത് ജനങ്ങൾക്ക് അവരുടെ കടങ്ങൾ, ബാധ്യതകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോയാൽ അവിടുത്തെ വസ്തുക്കളുടെ വിലകൾ, അതൊക്കെ നോട്ട് ചെയ്യാൻ പറ്റിയ റെഫറൻസ് പോയിന്റ് ആയിരിക്കണം, ഒരു അളവ് പോലെ ആയിരിക്കണം അത്. അപ്പോൾ ഈ 2 ഉപാധികൾ പൂർണ്ണമായ മാത്രമേ അതിൽ സമനിയത്ത് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ആദ്യമായി പറഞ്ഞ മാൽ എന്ന് പറഞ്ഞൊരു നിബന്ധന, പിന്നെ മുതഖവ്വിം എന്നൊരു നിബന്ധന, സമനിയ എന്ന് പറഞ്ഞൊരു കാര്യം, ഇത് വെച്ച് നോക്കുന്ന, ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉലമാക്കൾ 3 വിഭാഗമായി തീർന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം പറയുന്നത് ഇത് നമുക്കൊരിക്കലും ഒരു കറൻസി ആയിട്ട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുകയില്ല. മറ്റൊരു വിഭാഗം പറയുന്നത് ക്രിപ്റ്റോ കറൻസിയെ നമുക്ക് കറൻസി ആയിട്ട് തന്നെ അംഗീകരിക്കാൻ പറ്റും. മൂന്നാമതൊരു വിഭാഗം പറയുന്നത് ഇതിനെ കറൻസി ആയിട്ട് അംഗീകരിക്കണ്ട, പക്ഷേ ഒരു അസറ്റായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു ആസ്തിയായിട്ട് എന്താക്കാൻ പറ്റും, നമുക്കതിനെ ശേഖരിച്ചു വെക്കാൻ പറ്റും. ഇതിലും ഭൂരിപക്ഷം ഉലമാക്കൾ തിരിയുന്നത് അഭിപ്രായം 2ലേക്കും 3ലേക്കുമാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് അവർ പറയുന്നത് എന്താണ്? ഇതിനെ നമുക്കൊരു അസറ്റായിട്ടെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇതിൽ ഒന്നാമത്തെ വിഭാഗം പറയുന്ന ഒരു കൂട്ടർ അവരെന്താ പറയുന്നത്? ഈ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ശരീഅത്ത് അനുവദിക്കുന്ന ഒരു കാര്യമല്ല, നമുക്കതിനെ ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പറ്റുകയില്ല. കാരണം ഇതൊരു വെറും അക്കങ്ങൾ മാത്രമാണ്, ആൽഗോറിതങ്ങൾ മാത്രമാണ്. ഇതിനൊരു ആന്തരികമായ ഒരു മൂല്യമോ ഒരു മൻഫഅത്തോ ഒന്നും തന്നെ കിട്ടാനില്ല. അതൊരു അഭിപ്രായമാണ്. പക്ഷെ അവരോട് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ലോകം എന്ന് പറയുന്ന ഒരു ലോകം, ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ ലോകം, അതിനെ നമുക്ക് മുഴുവൻ എന്താക്കാൻ പറ്റും? ആൽഗോറിതങ്ങളിലേക്ക് നമുക്ക് ചുരുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരാളൊരു സോഫ്റ്റ്വെയർ കച്ചവടം ചെയ്യുന്നു, അയാളുടെ പണി സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ
ഒരു വശത്ത് നിങ്ങൾ സോഫ്റ്റ്വെയറിനെ അംഗീകരിക്കുകയും മറുവശത്ത് നിങ്ങൾ എന്തുകൊണ്ട് ക്രിപ്റ്റോ നിങ്ങൾ തള്ളിക്കളയും എന്നാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഈ സോഫ്റ്റ്വെയറിനെ തന്നെയും ആണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ബൈനറി ഡിജിറ്റ്സിലേക്കോ ആൽഗോറിതങ്ങളിലേക്കോ നമുക്ക് എന്താൻ സാധിക്കും, അതിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതൊരു അഭിപ്രായം മാത്രമാണ്. മറ്റൊരു കൂട്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും കറൻസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കറൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ആ ഒരു അഭിലഷണീയത ഉണ്ട്, ഇത് നമുക്ക് ശേഖരിക്കാൻ പറ്റും. അഭിലഷണീയത ഉണ്ടെന്ന് കാണിക്കുന്ന കാര്യം എന്താണ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2017 ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ്, ഒരു വിപണി മൂല്യം ഏകദേശം 2000 കോടി വരെ എത്തിയിട്ടുണ്ട്. ഒരു ദിവസത്തിൽ നടന്ന ട്രാൻസാക്ഷൻ ഏകദേശം 3 ലക്ഷം വരെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിലാ അഭിലഷണീയതയുണ്ട്. മാത്രമല്ല നമുക്ക് ഇതുപോലെ ഓരോ പബ്ലിക് ലെഡ്ജറുകളിലേക്കായിട്ട് ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആരൊക്കെയാണോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു വാളറ്റ് ഉണ്ട്, അതിലേക്ക് അവർക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും, വേണ്ടുന്ന പോലെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എല്ലാം വെച്ചുകൊണ്ട് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു കറൻസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിലൊരു മധ്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ആ മൂന്നാമത്തെ കൂട്ടുകാരാണ്. മൂന്നാമത്തെ ഒരു കൂട്ടർ അവരെന്താ പറയുന്നത്, അവർ പറയുന്നത് ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ സാധിക്കുകയില്ല, എന്നാൽ പിന്നെ ഇതിനൊരു കറൻസി ആയിട്ട് നിലവിൽ ഉപയോഗിക്കാനും കഴിയില്ല. പക്ഷേ ഇതിനെ നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിനെ നമുക്കൊരു അസറ്റായിട്ട്, ഒരു ആസ്തി, ഒരു അസറ്റായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഒരു അസറ്റായിട്ട് ഇതിനെ എന്താക്കാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ കൂട്ടർ അവരിതിനെ ഒരു സമ്പത്ത്, ഒരു കറൻസി ആയിട്ട് കണക്കാക്കാൻ പറ്റും. അത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവരും പറയും. പക്ഷെ ഇവർ പറയുന്നത് ഇതിനെ നമുക്കൊരു കറൻസി ആയിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇവർ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, സമനിയത്തിൻ്റെ കീഴിലുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ, അതായത് അതിന് സ്വയമായിട്ട് ഒരു മൂല്യനിർണ്ണയം ചെയ്യാൻ പറ്റുക എന്നുള്ള ആ ഒരു ഉപാധി ഇതിൽ കാണുന്നില്ല. നിലവിൽ ക്രിപ്റ്റോ കറൻസി അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയും ഉയർന്നതായിക്കൊള്ളട്ടെ, പക്ഷേ അതിൻ്റെ ഒരു മൂല്യനിർണ്ണയം ചെയ്യുന്നത് ആ രാജ്യത്തിൽ ഉപയോഗിക്കുന്ന കറൻസി കൊണ്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ 2000 കോടി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ $19.3 ബില്യൺ എന്ന് പറഞ്ഞു, അത് ആ രാജ്യത്തെ ഒരു കറൻസി വെച്ചാണ് ഇതിൻ്റെ മൂല്യനിർണ്ണയം ചെയ്യുന്നത്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, അതായത് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എന്നുള്ളത്, അതിലേക്ക് ഇതുവരെയും ഇതിൻ്റെ ഒരു ഉപയോഗം എത്തിയിട്ടില്ല. ഫിഖിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും, ഒരു കറൻസി എന്ന് പറയുന്നത് മാ യസ്തലിഹു അലൈഹി നാസ്, ജനങ്ങൾ ഏതൊരു കാര്യത്തെ ആണോ അവർ അംഗീകരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് അതിനെയാണ് നമുക്ക് കറൻസി ആയിട്ട് അംഗീകരിക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന സാധനം, അത് ബിറ്റ് കോയിൻ ആയിക്കോട്ടെ വേറെന്തെങ്കിലും ആയിക്കോട്ടെ, പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും സാധിക്കുകയില്ല, എന്നാൽ പിന്നെ ഒറ്റയടിക്ക് അത് കറൻസിയാണ് എന്ന് പറയാനും സാധിക്കുകയില്ല. നിലവിൽ അതിനെ ഒരു അസറ്റായിട്ട് എന്താക്കാൻ പറ്റും, നമുക്കതിനെ സംരംഭിക്കാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മസാലകളൊക്കെ എന്തായിരിക്കും, അതൊക്കെ ഇതിനോടും ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബിറ്റ് കോയിൻ നിലവിൽ ഒരു കറൻസിയായി സ്വീകരിക്കാൻ കഴിയുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ സമനിയത്തിൻ്റെ അഭാവമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ അതിനില്ല, യൂണിറ്റ് ഓഫ് അക്കൗണ്ടും ആകുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിറ്റ് കോയിനിൻ്റെ അപകട സാധ്യതകൾ അത് വളരെ കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ നടക്കുന്നൊരു ടെക്നോളജിൻ്റെ പുറത്താണിത്. അപ്പോൾ ആ ടെക്നോളജി ആരെങ്കിലും ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതിന് പ്രശ്നങ്ങൾ വന്നു, അപ്പോൾ ഈ ഒരു സമ്പത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സ്ഥിരത കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ. വലാ തുഅ്തു സുഫഹാഅ അംവാലക്കും അല്ലതി ജഅല അല്ലാഹു ലക്കും ഖിയാമ, ആ ഒരു സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമ്പത്തിനെ വെച്ചത്. അപ്പോൾ ഇതിന് ഇത്രയും റിസ്കുകളുണ്ട്, സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്, ഇതിനൊരു സ്ഥിരതയില്ല. അപ്പോൾ ഒരു അസ്ഥിരത ഉള്ളൊരു സാധനം എങ്ങനെയാണ് അതിനൊരു സ്ഥിരത കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഉർഫ്, ആ ഒരു പ്രവണത, ഒരു ടെൻഡൻസി, അതും കാണിക്കുന്നത് അവരിതിനെ ഒരു കറൻസിയായിട്ട് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ആ ഒരു ടെൻഡൻസി അത് തന്നെയാണ് കാണിക്കുന്നത്. അവരിതിനെ ശേഖരിച്ചു വെക്കുന്നു, പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച്, വില കൂടുന്നതനുസരിച്ച് അതിനെ അവർ വിൽക്കുന്നു, വാങ്ങുന്നു. അപ്പോൾ ഒരു കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള ഉറഫും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ ഏറ്റവും നല്ല ഒരു ഉചിതമായ നിലപാട് എന്ന് വെച്ചാൽ
അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും സാധിക്കുകയില്ല, എന്നാൽ പിന്നെ അതിനെ ഒരു കറൻസിയായിട്ട് അംഗീകരിക്കാനും സാധിക്കുകയില്ല. അതിനെ വേണമെങ്കിൽ ഒരു അസറ്റായിട്ട് അംഗീകരിക്കാം എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. ബാറക്കല്ലാഹു ഫീക്കും.